ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു തലാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആദ്യ ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 2, 3 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ ബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫിൻ വഅശ്ഹിദൂ ദവൈ അദ്ലിൻ മിൻകും വഅഖീമുശ് ശഹാദത ലില്ലാഹ് ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, സത്യവിശ്വാസികളോട് അള്ളാഹു വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് ആ ഒരു ആയത്ത് തുടങ്ങുന്നത്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ സ്ത്രീകളുടെ ഇദ്ദാകാലത്തേക്ക് വിവാഹമോചനം ചെയ്തു കൊള്ളുക. അവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. അവർ വീട് വിട്ട് പോകാനും പാടില്ല. എന്തെങ്കിലും വ്യക്തമായ നീചവൃത്തികൾ അവർ കൊണ്ടുവന്നാലല്ലാതെ. ആരൊക്കെയാണോ അള്ളാഹുവിൻ്റെ നിയമാതിർത്തികൾ ലംഘിക്കുന്നത്, അവരോട് തന്നെ സ്വയം തെറ്റ് ചെയ്തവരാണ്, അക്രമം ചെയ്തവരാണ്. അവർക്കറിഞ്ഞുകൂടാ അതിനുശേഷം അള്ളാഹു വല്ല പുതിയ കാര്യവും കൊണ്ടുവന്നേക്കാം. ശേഷം അള്ളാഹു പറയുന്നു, ഫഇദ ബലഗ്ന അജലഹുന്ന. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി എന്നർത്ഥം. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. ബലഗ്ന എന്ന് പറയുമ്പോൾ കുറേ സ്ത്രീകൾ എത്തി, അവർ എത്തി എന്നുള്ള അർത്ഥത്തിൽ. അതായത് ബലഗത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ത്രീ എത്തി എന്നുള്ള അർത്ഥത്തിൽ പറയും. ബലഗത്ത എന്ന് പറയുമ്പോൾ 2 സ്ത്രീകളെത്തി. ബലഗ്ന കുറേ സ്ത്രീകളെത്തി, അല്ലെങ്കിൽ അവർ എത്തി എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ മുമ്പിൽ ഇദാ എന്ന് ചേരുമ്പോൾ അങ്ങനെ ആയാൽ എന്നുള്ള അർത്ഥം കിട്ടും. ഇദാ ബലഗ്ന, അവർ എത്തിയാൽ. അതിൻ്റെ തുടക്കത്തിലൊരു ഫ ഉണ്ട്. ഫ ഇദാ ബലഗ്ന, അങ്ങനെ അവർ എത്തിയാൽ. ഫ എന്ന് പറയുമ്പോൾ അപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ. ഫ ഇദാ ബലഗ്ന, അങ്ങനെ അവർ എത്തിയാൽ. എന്തെത്തിയാൽ? അജലഹുന്ന. അജൽ എന്ന് പറഞ്ഞാൽ അവധി. അജലഹുന്ന, ഹുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ. അജലഹുന്ന, അവരുടെ അവധി. അപ്പോൾ അവരുടെ അവധി എത്തിയാൽ. ഫ അംസിക്കൂഹുന്ന. അംസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു എന്നാണ്. അംസിക്, നീ പിടിച്ചു വെക്ക്. അംസിക്കൂ, നിങ്ങൾ പിടിച്ചു വെക്കുവീൻ. ഫ അംസിക്കൂ, എന്നാൽ നിങ്ങൾ പിടിച്ചു വെക്കുവീൻ. അപ്പോൾ നിങ്ങൾ പിടിച്ചു വെക്കുവീൻ. ഹുന്ന, അവരെ. അപ്പോൾ നിങ്ങൾ അവരെ പിടിച്ചു വെക്കുവീൻ. ബി മഅറൂഫിൻ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ മാന്യത അല്ലെങ്കിൽ മര്യാദ. ബി മഅറൂഫിൻ, മര്യാദ കൊണ്ട്, അല്ലെങ്കിൽ മര്യാദ പ്രകാരം, മാന്യത പ്രകാരം, മാന്യമായ രൂപത്തിൽ. ഔ അല്ലെങ്കിൽ ഫാരിഖൂഹുന്ന. ഫാറഖ എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞു എന്നാണ്. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ കൽപ്പനക്രിയ ഫാരിഖ്, നീ വേർപിരിയ്. അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ ഫാരിഖൂ, നിങ്ങൾ വേർപിരിയുവീൻ. ഫാരിഖൂ ഹുന്ന, അവരുമായി. ഹുന്ന എന്ന് പറഞ്ഞാൽ അവരുമായി. ഫാരിഖൂ ഹുന്ന, അവരുമായി നിങ്ങൾ വേർപിരിയുവീൻ. അപ്പോൾ ഔ ഫാരിഖൂ ഹുന്ന, അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ വേർപിരിയുവീൻ. ബി മഅറൂഫിൻ, നേരത്തെ വന്നു. ബി മഅറൂഫിൻ എന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ, മാന്യമായി, മര്യാദ പ്രകാരം, സദാചാരപ്രകാരം. വ അഷ്ഹിദു. അഷ്ഹദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തി എന്നാണ്. അഷ്ഹിദ്, നീ സാക്ഷ്യപ്പെടുത്ത്. അഷ്ഹിദൂ, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുവീൻ. വ അഷ്ഹിദു, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുവീൻ. ദവൈ, 2. അദിലിൻ, നീതിമാന്മാരെ. ദവൈ അദിലിൻ, 2 നീതിമാന്മാരെ. മിൻകും, നിങ്ങളിൽ നിന്നുള്ള. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കും നിങ്ങൾ. മിൻകും, നിങ്ങളിൽ നിന്നുള്ള. വ അഖീമു ഷഹാദത്ത. അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി. അഖിം, നീ നിലനിർത്ത്. അഖീമു, നിങ്ങൾ നിലനിർത്തുവീൻ. വ അഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ. അഷഹാദത്ത,
ആ സാക്ഷ്യം ലില്ലാഹി അള്ളാഹുവിന്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ആ സാക്ഷ്യം നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ. ദാലിക്കും അത്, ഈ ദാലിക്ക എന്ന് പറയുമ്പോൾ അത് ഒരാളോട് പറയുമ്പോൾ ദാലിക്ക എന്ന് പറയും, കുറേ പേരോട് പറയുമ്പോൾ ദാലിക്കും എന്ന് പറയും. പുല്ലിംഗ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ദാലിക്ക ദാലിക്കും എന്നൊക്കെ ഉപയോഗിക്കുക. അത് കുറേ ആളുകളോട് പറയുമ്പോൾ, കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവരോട് പറയുമ്പോൾ ദാലിക്കും എന്ന് പറയും. അല്ലാതെ കുറേ കാര്യത്തെപ്പറ്റി പറയല്ല, കുറേ ആളുകളോട്, നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം പറയുമ്പോൾ, ഒരു സാധനത്തെ പറ്റി പറയുകയാണെങ്കിലും ദാലിക്കും എന്ന് പറയും. ആളുകൾ മുമ്പിൽ എത്ര പേര് കേൾക്കാനുണ്ട് നോക്കിയിട്ട്. അപ്പോൾ ദാലിക്കും അത് യുഅദു ബിഹി. വഅള എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നാണ്. വഅള് പറയാന്നൊക്കെ പറയില്ലേ, വഅള ഉപദേശിച്ചു. യഅലു അതതിൻ്റെ മുദാരിയ. അത് മജ്ഹൂൽ രൂപത്തിൽ പറയുമ്പോൾ വഅള ഉപദേശിക്കപ്പെട്ടു, യുഅദു ഉപദേശിക്കപ്പെടുന്നു, ബിഹി അത് മുഖേന. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഹി എന്ന് പറഞ്ഞാൽ അത്, ബിഹി അതുകൊണ്ട്, അത് മുഖേന. അപ്പോൾ യുഅദു ബിഹി അത് മുഖേന ഉപദേശിക്കപ്പെടുന്നു. ആരെ, അല്ലെങ്കിൽ ആർക്കാണ് ഉപദേശം? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മൻ ആരാണോ, കാന ആണ് അല്ലെങ്കിൽ ആകുന്നു, യുഅ്മിനു ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു. ആരാണോ വിശ്വസിക്കുന്നത്, ബില്ലാഹി അള്ളാഹുവിൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, കൊണ്ട് എന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ ഇൽ എന്നുള്ള അർത്ഥം. ബില്ലാഹി അള്ളാഹുവിൽ. വൽ യൗമിൽ ആഖിരി. വൽ യൗമി, യൗം എന്ന് പറഞ്ഞാൽ ദിവസം, ആഖിർ അവസാനത്തെ, യൗമിൽ ആഖിരി അവസാനത്തെ ദിവസം, അന്ത്യനാൾ. വൽ യൗമിൽ ആഖിരി അന്ത്യനാളിലും. അള്ളാഹുവിലും അന്ത്യനാളിലും ആരാണോ വിശ്വസിക്കുന്നത് അവർക്ക്. വമൻ യത്തഖില്ലാഹ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. മൻ ആരാണോ, യത്തഖില്ലാഹ ഇത്തഖ സൂക്ഷിച്ചു അല്ലെങ്കിൽ സൂക്ഷ്മത പാലിച്ചു, യത്തഖീ എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിക്കും. മൻ വരുമ്പോൾ മൻ യത്തഖി എന്നാവും, അവസാനത്തെ നീട്ടിൽ നഷ്ടപ്പെടും. മൻ യത്തഖി ആർ സൂക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ ആരാണോ സൂക്ഷിക്കുന്നത്, അള്ളാഹുവിനെ. യജഅൽ ജഅല അവൻ ആക്കി അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി, യജഅലു അവൻ ആക്കും അവൻ ആക്കുന്നു അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കും അവൻ ഉണ്ടാക്കുന്നു, ലഹു അവന്, യജഅൽ ലഹു അവൻ ഉണ്ടാക്കുന്നു, അള്ളാഹു അവൻ ഉണ്ടാക്കി കൊടുക്കുന്നു, മഖ്റജൻ ഖറജ പുറത്തു വന്നു അല്ലെങ്കിൽ പുറപ്പെട്ടു. മഖ്റജ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ശബ്ദമൊക്കെ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ മഖ്റജ് എന്ന് വരണമെന്ന് പറയില്ലേ, ഉത്ഭവസ്ഥാനം, പുറപ്പെടുന്ന സ്ഥാനം. പോം വഴി എന്നുള്ള അർത്ഥമുണ്ട്, രക്ഷാമാർഗം എന്നുള്ള അർത്ഥമുണ്ട്. അതായത് ഒരു തുറവി ഒന്ന് തുറന്നു കൊടുക്കുക, രക്ഷപ്പെടാനുള്ളൊരു മാർഗം തുറന്നു കൊടുക്കുക. അപ്പോൾ വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജൻ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവന് അള്ളാഹു ഒരു രക്ഷാമാർഗം, ഒരു പോം വഴി തുറന്നു കൊടുക്കും. ഒന്ന് ചെയ്യായതിൻ്റെ അർത്ഥം ഫഇദാ ബലഗന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമാറൂഫിൻ ഔ ഫാരിഖൂഹുന്ന ബിമാറൂഫിൻ. അങ്ങനെ ആ സ്ത്രീകളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ നിങ്ങൾക്ക് മാന്യമായ രൂപത്തിൽ കൂടെ നിർത്താം, അല്ലെങ്കിൽ മാന്യമായ രൂപത്തിൽ അവരുമായി നിങ്ങൾക്ക് വേർപിരിയാം. വ അഷ്ഹിദു ദവൈ അദിലിം മിൻകും വ അഖീമു ഷഹാദത്തലില്ല. നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ 2 സാക്ഷികളെ നിങ്ങൾ വെക്കുകയും വേണം, ആ സാക്ഷ്യം നിലനിർത്തുകയും വേണം, അള്ളാഹുവിന് വേണ്ടി ആ സാക്ഷ്യത്തെ നിലനിർത്തുകയും വേണം. ദാലിക്കും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാകുന്നു. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജൻ. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരു രക്ഷാമാർഗം, പോം വഴി നൽകുന്നതാണ്. അടുത്ത ആയത്ത് വ യർസുഖ്ഹു. റസഖ എന്ന് പറഞ്ഞാൽ ആഹാരം നൽകി, അന്നം നൽകി. യർസുഖു ആഹാരം നൽകും, അന്നം നൽകും. വ യർസുഖ് അത് ഈ മന്നിൻ്റെ ജവാബായതുകൊണ്ട് അത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. വ യർസുഖ് അന്നം നൽകുകയും ചെയ്യും, ഹു അവന്. അത്തരം ആളുകൾക്ക് അള്ളാഹു അന്നം നൽകുകയും ചെയ്യും, ആഹാരം നൽകുകയും ചെയ്യും. മിൻ ഹൈസു എന്ന് പറഞ്ഞാൽ വിധത്തിൽ കൂടി, ആ വിധത്തിൽ എന്ന് പറയില്ലേ, വിധത്തിൽ കൂടി. ലാ യഹ്തസിബ്, ഇഹ്തസബ എന്ന് പറഞ്ഞാൽ കണക്കാക്കി, വിചാരിച്ചു. യഹ്തസിബു കണക്കാക്കുന്നു അല്ലെങ്കിൽ കണക്കാക്കും. ലാ യഹ്തസിബു കണക്കാക്കാത്ത, വിചാരിക്കാത്ത.
അപ്പോൾ മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത വിധത്തിൽ കൂടി, കണക്കാക്കാത്ത വിധത്തിൽ കൂടി. വമൈ യതവക്കൽ, തവക്കല യതവക്കലു, തവക്കല എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിച്ചു, യതവക്കലു ഭരമേൽപ്പിക്കുന്നു. മൻ യതവക്കൽ, ആർ ഭരമേൽപ്പിക്കുന്നുവോ, ആരാണോ ഭരമേൽപ്പിക്കുന്നത്. വമൈ യതവക്കൽ, അവിടെ ആ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. വമൈ യതവക്കൽ, ആരാണോ ഭരമേൽപ്പിക്കുന്നത്, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, അല എന്ന് പറഞ്ഞാൽ മേൽ, അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ. ഫഹുവ, അപ്പോൾ അവൻ, അപ്പോൾ അള്ളാഹു, ഹസ്ബുഹു, അവന് മതി. ഹസ്ബ് എന്ന് പറഞ്ഞാൽ മതി, ഹു അവന്, ആ മനുഷ്യന് അള്ളാഹു മതി, എന്നാൽ അവന് മതി. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ബാലിഗു, പ്രാപിക്കുന്നവനാണ്, എത്തിച്ചേരുന്നവനാണ്, അംരിഹി, അമ്ര കാര്യം, അംരിഹി അവൻ്റെ കാര്യം, തീർച്ചയായും അള്ളാഹു അവൻ്റെ കാര്യത്തിൽ എത്തിച്ചേരുന്നതാണ്. ഖദ് ജഅലല്ലാഹു, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഒരു മാളിയായ പദത്തിൻ്റെ മുമ്പിൽ ഖദ് എന്ന് വന്നാൽ തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുക്കും. മുദാരിയുടെ മുമ്പിലാണെങ്കിൽ ഏറെക്കുറെ എന്നുള്ള അർത്ഥം കൊടുക്കും. ഇവിടെ ജഅല എന്നുള്ളത് മാളിയാണ്, അപ്പോൾ ഉറപ്പായും തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് ഖദ് എന്നുള്ളതിന് കൊടുക്കുക. ഖദ് തീർച്ചയായും, ജഅല ആക്കി, ഖദ് ജഅല തീർച്ചയായും ആക്കി, അള്ളാഹു തീർച്ചയായും ആക്കി, ലികുല്ലി ഷൈഇൻ, കുല്ലു ഷൈഇൻ എല്ലാ കാര്യവും, കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം, ഷെയ് എന്ന് പറഞ്ഞാൽ കാര്യം, കുല്ലു ഷെയ്ഇൻ എല്ലാ കാര്യവും, ലികുല്ലി ഷെയ്ഇൻ എല്ലാ കാര്യത്തിനും, ഖദറൻ, ഖദർ എന്ന് പറഞ്ഞാൽ ഒരു നിർണയം, ഒരു വ്യവസ്ഥ, ഒരു കണക്ക്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷെയ്ഇൻ ഖദറ, അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു നിർണയം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുകയാണെങ്കിൽ, വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത വിധത്തിൽ കൂടി അള്ളാഹു അവന് ആഹാരം നൽകുകയും ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആർ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, തീർച്ചയായും അള്ളാഹു അവൻ്റെ കാര്യം പ്രാപിക്കുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ എത്തിച്ചേരുന്നതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു നിർണയം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. ഫഇദ ബലഗ്ന അജലഹുന്ന, അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, ആ സ്ത്രീകളുടെ അവധി എത്തിയാൽ, എന്താണ് അവരുടെ അവധി? ത്വലാഖ് ചൊല്ലിയതിന് ശേഷം, അതായത് വിവാഹമോചനം കൃത്യമായി പറഞ്ഞതിന് ശേഷം, പിന്നീട് ആ സ്ത്രീകൾ, ഭാര്യമാർ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, നിങ്ങളായിട്ട് അവരെ പുറത്താക്കാനും പാടില്ല എന്ന് പറഞ്ഞു. 3 ശുദ്ധികാലം അവർ ആ ഒരു വീട്ടിൽ തന്നെ കഴിയണം. അത് അവരുടെ തന്നെ വീടാണ്, അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്നാണ് പറഞ്ഞത് അള്ളാഹു. എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട് അവരുടെയും കൂടെ വീടാണ്. അപ്പോൾ ആ അവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കാൻ പാടില്ല, അവരവിടെ തന്നെ കൂടെ താമസിക്കണം. എത്ര കാലം താമസിക്കണം? അതിന് അള്ളാഹു അവധി, ഒരു കൃത്യമായ കാലയളവ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് 4-ാമത്തെ ആയത്ത് കൂടെ എടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുക. ഏതായാലും അള്ളാഹു കൃത്യമായ ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു കാലം തീരുന്നത് വരെ ആ വീട്ടിൽ തന്നെ നിൽക്കണം. അങ്ങനെ ആ ഒരു കാലം പൂർത്തിയാകുന്നതിൻ്റെ മുമ്പായി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ തിരിച്ചെടുക്കാം. അതല്ല എങ്കിൽ ആ ഒരു കാലം പൂർത്തിയാകുന്നതോടുകൂടി നിങ്ങൾക്കവരെ പറഞ്ഞു വിടാം. രണ്ടാണെങ്കിലും മാന്യമായ രൂപത്തിലായിരിക്കണം. ഒന്നിച്ച് ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് മാന്യമായ രൂപത്തിലായിരിക്കണം. വേർപിരിയാനാണ് തീരുമാനമെങ്കിൽ അതും മാന്യമായ രൂപത്തിലായിരിക്കണം. ഇവിടെ നോക്കൂ, നിങ്ങൾ രണ്ടിനും വേറെ വേറെ തന്നെ അള്ളാഹു ബി മാറൂഫിൻ എന്ന് വേറെ വേറെ തന്നെ പറഞ്ഞു. അതിന് അത്രയും പ്രാധാന്യമുണ്ട്. പലപ്പോഴും ജാഹിലിയ കാലഘട്ടങ്ങളിലൊക്കെ ഈ ത്വലാഖ് ചൊല്ലുന്നതോടുകൂടി ഭാര്യമാരെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, വീടുകളിൽ നിർത്തിയിട്ട്. അള്ളാഹു പറയാം, അവരെ കൂടെ നിർത്താനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഭാര്യയായിട്ട് സ്വീകരിക്കാം. അതിന് നിക്കാഹിൻ്റെ ആവശ്യം പോലുമില്ല, അവരെ കൂടെ നിർത്താം. ഇനി അതല്ല, നിങ്ങൾക്ക് വേർപിരിയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് വേർപിരിയാം. പക്ഷെ രണ്ടാണെങ്കിലും മാന്യമായ രൂപത്തിലായിരിക്കണം അത് ചെയ്യുന്നത്. അങ്ങനെ വേർപിരിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് മഹർ കൊടുക്കണം, മത്താഴ് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അവരെ മാന്യമായ രൂപത്തിൽ വേണം പറഞ്ഞയക്കാൻ. ഇനി സ്വീകരിക്കുകയാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും അത് മാന്യമായ രൂപത്തിലായിരിക്കണം എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, രണ്ടാണെങ്കിലും വ അഷ്ഹിദൂ ദവൈ അദ്ലിൻ, 2 സാക്ഷികളെ നിങ്ങൾ വെക്കണം. മിൻകും, നിങ്ങളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായിട്ടുള്ള, സാക്ഷി നിൽക്കാൻ പറ്റുന്നവരായിട്ടുള്ള, വിശ്വാസയോഗ്യരായ 2 പേരെ സാക്ഷി നിർത്തണം.
അപ്പോൾ തിരിച്ചെടുക്കുകയാണെങ്കിലും വേർപിരിയാനാണ് തീരുമാനിക്കുന്നതെങ്കിലും രണ്ടാണെങ്കിലും സാക്ഷികൾ വേണം. വെറുതെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് രണ്ട് സാക്ഷികൾ അറിയണം. അതേപോലെ തന്നെ വേർപിരിയാനാണ് ഉദ്ദേശമെങ്കിൽ അതും രണ്ട് സാക്ഷികൾ മുഖാന്തിരമായിരിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ് വ അഖീമു ഷഹാദത്തിലില്ല, അള്ളാഹുവിന് വേണ്ടി ആ സാക്ഷ്യങ്ങൾ നിലനിർത്തുകയും വേണം. എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ ആ സാക്ഷികൾ അറിഞ്ഞ കാര്യം, അത് പിന്നീടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന, സാക്ഷി പറയാൻ പറ്റുന്ന ആളുകളായിരിക്കണം. അത് മാറ്റി പറയുന്നവരായിരിക്കരുത്. ആ സാക്ഷ്യങ്ങൾ നിലനിർത്തുന്നവരായിരിക്കണം. ഇനി ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യം, ഈ സാക്ഷികൾ എന്നുള്ളത് ഒരു നിർബന്ധ ഘടകമാണോ ത്വലാഖിന്? സാക്ഷികളില്ല എങ്കിൽ ത്വലാഖ് പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. അവിടെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് സാക്ഷികളില്ലെങ്കിലും, സാക്ഷികൾ ഉണ്ടാവണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ അത് ആവശ്യവുമാണ്. എന്നാൽ അതൊന്നും ഇല്ലെങ്കിലും ത്വലാഖ് പൂർണ്ണമാവും, ത്വലാഖ് സംഭവിക്കും. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് സാക്ഷികൾ വേണം, എന്നാലാണ് ഈ ഒരു തലാഖ് പൂർണ്ണമാവുള്ളൂ, അല്ലെങ്കിൽ അത് തലാഖായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് ബഹുഭൂരിപക്ഷ അഭിപ്രായം. അതുപോലെ തന്നെ കൂടുതൽ ശരിയോടടുത്തതായിട്ട് തോന്നുന്നതും സാക്ഷികളില്ല എങ്കിലും ത്വലാഖ് സംഭവിക്കും എന്നുള്ള കാര്യമാണ്. ദാലിക്കും യുആദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇതൊക്കെ അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാകുന്നു. അപ്പോൾ അന്ത്യനാളിലും അള്ളാഹുവിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കണം. അതല്ലാതെ ഇതിനെ അവഗണിച്ച് തള്ളാൻ പറ്റില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരു പോംവഴി, ഒരു രക്ഷാമാർഗം നൽകുന്നതാണ്. നോക്കൂ, ഈ ഒരു ആയത്തിന്, ഈ ഒരു ഭാഗത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുകയാണെങ്കിൽ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, അള്ളാഹു പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരു പോംവഴി, ഒരു രക്ഷാമാർഗം തുറന്നു കൊടുക്കും. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ 3 ശുദ്ധികാലമൊക്കെ ആ വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാരങ്ങനെ കഴിയുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പല ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ തോന്നും. അയാൾ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിലും അത് മറ്റൊരാൾ പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും, അല്ലെങ്കിൽ ആ തെറ്റ് ഏറ്റു പറയാനും, എൻ്റെ കയ്യിൽ അങ്ങനെ തെറ്റ് വന്നു പോയി എന്ന് ഏറ്റു പറയാനും, അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് വരും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കരാറാണല്ലോ നിക്കാഹിലൂടെ ഉണ്ടായത്. അത് വേർപിരിയ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ശരിയല്ലാത്ത കാര്യമല്ലേ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അതായത് നാളെ പരലോകത്തുള്ള വിജയത്തിന് വേണ്ടി പല ആളുകളും ആ സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആരൊക്കെയാണോ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, തീർച്ചയായും അള്ളാഹു അവർക്ക് പോംവഴി കാണിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ പിന്നീട് അവർക്കുള്ള ജീവിതത്തിലൊക്കെ ഒരുപാട് എളുപ്പവും ഒരുപാട് ബുദ്ധിമുട്ടില്ലായ്മയും സുഖമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ കാണിച്ചു കൊടുക്കും, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഇനി ഈ സന്ദർഭവുമായി ബന്ധപ്പെടാത്ത രൂപത്തിൽ നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഭാഗത്തിന് അർത്ഥം കൊടുക്കാം. അതായത് ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ഏത് വിഷയത്തിലും ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, അത്തരം ആളുകൾക്ക് അള്ളാഹു രക്ഷാമാർഗം, പോംവഴി കാണിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന, ഈ ഒരു വിവാഹമോചനം കൊണ്ടുണ്ടാകുന്ന കുറേ പ്രയാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആ വിവാഹമോചനത്തിലേക്ക് എത്താനുള്ള കാരണമായിട്ടുള്ള കുറേ പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കും. അതിന് അള്ളാഹു ഒരു മാർഗം കാണിച്ചു കൊടുക്കും, അതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കും. ഒരു പോംവഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കും. അപ്പോൾ അത്തരം പരിഹാരങ്ങൾ അള്ളാഹു തന്നെ നൽകും, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവർ കണക്കാക്കാത്ത രീതിയിൽ, അവർ വിചാരിക്കാത്ത രീതിയിൽ അവർക്ക് അള്ളാഹു ആഹാരം നൽകും, അന്നം നൽകും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആർ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നുവോ, ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ, അവർക്ക് അള്ളാഹു മതി. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഒരുപക്ഷെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടായിരിക്കും ആളുകൾ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകുന്നത്.
ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൊക്കെ, ഇത്തരം വിവാഹമോചന പ്രശ്നങ്ങളിലൊക്കെ ആളുകൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ മാപ്പ് കൊടുത്തു, എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു, എനിക്ക് അള്ളാഹു മതി, നാളെ പരലോകത്തുള്ള വിജയമാണ് എൻ്റെ ലക്ഷ്യം, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു. ഇങ്ങനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധികളുമൊക്കെ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട്, നാളെ പരലോകത്തെ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിശ്ചയം, അത് എനിക്ക് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത് നടക്കട്ടെ, ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി എനിക്ക് വരുന്ന എന്തും അത് അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന രൂപത്തിൽ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആ തരത്തിൽ അള്ളാഹുവിൽ പരമേൽപ്പിക്കുകയാണെങ്കിൽ ഫഹുവ ഹസ്ബു, അത്തരം ആളുകൾക്ക് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു അവൻ്റെ കാര്യം, ആ കാര്യം പ്രാപിക്കുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിലേക്ക് എത്തുന്നതാണ്. അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് ആ നിശ്ചയിച്ച കാര്യത്തിലേക്ക് അള്ളാഹു എത്തുന്നതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥ, ഒരു സംവിധാനം, ഒരു നിർണയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വെറുതെ അള്ളാഹു യാതൊരു യുക്തിയുമില്ലാത്ത രൂപത്തിൽ തീരുമാനിച്ചു വെച്ചതല്ല. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ യുക്തിയുമുണ്ട്. ഒരുപക്ഷെ പല കാര്യങ്ങളിലും നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ യുക്തി മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് യുക്തിയും നമുക്ക് ബുദ്ധിയുമൊക്കെ നൽകിയവനായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ യുക്തിയും ആ അള്ളാഹുവിൻ്റെ ബുദ്ധിയും ആ അള്ളാഹുവിൻ്റെ അറിവും ഉപയോഗിച്ചുകൊണ്ട് അവൻ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥ നിർണയിച്ചിട്ടുണ്ട്. അത് ആകാശ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും ചലിക്കുന്നതിലും ഗ്രഹങ്ങളൊക്കെ ചലിക്കുന്നതിലുമൊക്കെ അള്ളാഹു കൃത്യമായ കണക്കും ഒരു നിർണയം, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഭൂമിയും ചന്ദ്രനും ഒക്കെ നിലനിൽക്കുന്നത് ഒരു പ്രത്യേകമായ വ്യവസ്ഥ അതിന് കൊടുത്തുകൊണ്ടാണ്. എന്നാൽ അതിൽ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ പോലും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആ ഒരു കാര്യത്തിൽ പോലും അള്ളാഹു കൃത്യമായൊരു വ്യവസ്ഥ, ഒരു നിർണയം വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പാലിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അള്ളാഹു എല്ലാം ഒരു കണക്കനുസരിച്ചാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇനി അതുമാത്രമല്ല, ഈ ആയത്തിൻ്റെ തുടക്കം നോക്കുക. ആളുകൾ ഉദ്ദേശിക്കാത്ത, വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അത്തരം ആളുകൾക്ക് ഭക്ഷണം നൽകും, ആഹാരം നൽകും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആയത്ത് അവസാനിക്കുന്നത് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥ, ഒരു നിർണയം, ഒരു കണക്ക് വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. അത് അള്ളാഹു നൽകും. നമ്മളത് തേടുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ, അന്വേഷിക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അള്ളാഹു നമുക്ക് നൽകും. പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഓരോ ദിവസത്തെ ഭക്ഷണം അന്നാന്ന് പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു കൃത്യമായൊരു കണക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു നൽകാനുള്ള കാര്യങ്ങൾ അള്ളാഹു നൽകും. അത് അന്വേഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഫഇദ ബലഗ്ന അജലഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഫഅംസികൂഹുന്ന, അവിടെയും നൂനിൻ്റെ ശബ്ദം മണിക്കുക. ബി മഅറൂഫിൻ ഔ, അവിടെ മഅറൂഫിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം ഹംസയാണ്. തെൻവീന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ് നിയമം. അപ്പോൾ മഅറൂഫിൻ, ആ തെൻവീനിൻ്റെ ശബ്ദത്തെ, ആ നൂനിൻ്റെ ശബ്ദത്തെ ശരിക്ക് പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ വെളിവാക്കി പറയാം. ബി മഅറൂഫിൻ, ബി മഅറൂഫിൻ ഔ ഫാരിഖൂഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ബി മഅറൂഫിൻ വ, അവിടെ മഅറൂഫിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള തെൻവീന് ശേഷം വന്നത് വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ബി മഅറൂഫിൻ വ അഷ്ഹിദു ദവൈ അദിലിൻ മിൻകും, അവിടെ അദിലിൻ എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. അദിലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം മീമാണ്. ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അദിലിൻ മിൻകും, മിൻകും എന്നെടുത്തു കഴിഞ്ഞാൽ സുക്കൂനിലെ നൂനിന് ശേഷം കാഫ് വന്നു. ആ സുക്കൂനിലെ നൂനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, മിൻകും. വ അഖീമു ഷഹാദത്ത ലില്ലാഹി, ലില്ലാഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ലില്ലാഹ്, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിലുള്ള ഹാന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ അലില്ലാ എന്നുള്ള ആ ഒരു നീട്ടൽ അത് 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരികളായിട്ട് മാറും. നിർത്താതെ ഓതുകയാണെങ്കിൽ നേരെ അവിടെ എഴുതിയ പോലെ തന്നെ ലില്ലാഹി ദാലിക്കും അങ്ങനെ ഓതിപ്പോയാൽ മതി. ദാലിക്കും യുആദു ബിഹി, ബിഹി എന്നുള്ളതിലെ ഹി എന്നുള്ള ഹ ഉലമീർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു യാൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബിഹി എന്ന് ഒരല്പം നീട്ടിയിട്ട് പറയാം. മങ്കാന, ക്യാഫിൻ്റെ മുമ്പ് സുക്കൂളിന് നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, മങ്കാന.
യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവിടെ ജീമ് കാണാം, പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ആഹിർ എന്ന് പറഞ്ഞിട്ട് റാഇന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ സുക്കൂനുള്ള റാഇന് തൊട്ട് മുമ്പ് കെസ്റായതുകൊണ്ട് എന്നുള്ള ഉച്ചാരണം കൊടുക്കുക, ആഹിർ. ഇനി നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്തു പോയാൽ മതി. വമൻ യത്തഖില്ലാഹ, അവിടെ വമൻ യത്തഖി, സുക്കൂണിലെ നൂന് ശേഷം യാ വന്നു, ആ സുക്കൂണിലെ നൂനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന, വമൻ യത്തഖി. യത്തഖില്ലാഹ, അവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കസറുള്ള അക്ഷരം വന്നു, ലാഹ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. വമൻ യത്തഖില്ലാഹ, യത്തഖില്ലാഹ എന്ന് പറയില്ല, യത്തഖില്ലാഹ. യജ്അൽ എന്നുള്ളിടത്ത് ജീമിന് സുക്കൂന്, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. യജ്അൽ ലഹു, യജ്അൽ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള ലാമ്, ശേഷം ലഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഫതഹുള്ള ലാമ്. അപ്പോൾ ഹർക്കത്തുള്ള ലാമിൻ്റെ മുമ്പ് സുക്കൂനുള്ള ലാമ് വന്നാൽ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള അക്ഷരമായിട്ട് പറയാം. യജ്അൽ ലഹു, ലഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉൽ അമീർ, ആ ഹാ ഉൽ അമീറിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം, കാരണം അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. മഖ്റജൻ, അവിടെ മഖ്റജൻ എന്നുള്ളിടത്ത് പാരായണം അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ആയത്ത് അവസാനിക്കുകയാണ്. അവിടെ ആയത്ത് അവസാനിപ്പിച്ച് അവിടെ പാരായണം നിർത്തുമ്പോൾ മഖ്റജ എന്ന് പറഞ്ഞിട്ട് നിർത്തുക. കാരണം ഫതഹ് തൻവീനിൽ ഒരു ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരായണം നിർത്തുമ്പോൾ അവിടെ നമുക്ക് ഫതഹ ആക്കിയിട്ട് രണ്ടക്ഷരം നീട്ടുകയാണ് വേണ്ടത്. അതിന് മദ് അഴവത് എന്നാണ് പറയാം. അപ്പോൾ മഖ്റജ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തുക. അടുത്ത ആയത്ത് വയർസുഖ് ഹു, യർസുഖ് എന്നുള്ളിടത്ത് ഖാഫിന് സുക്കൂന് വന്നു, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. യർസുഖ് ഹു, ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ ഖാഫിന് സുക്കൂന്, അവിടെ ഹർക്കത്തില്ല. ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ഹർക്കത്തുണ്ടെങ്കിലേ ഹാ ഉലമീറിന് നീട്ടേണ്ടതുള്ളൂ. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ, അതുകൊണ്ട് അതിന് നീട്ടാൻ പാടില്ല. യർസുഖ് ഹു എന്നേ പറയാവൂ. മിൻ ഹൈസു, ഹാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ആ സുക്കൂണിലെ നൂനെ ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയുക. മിൻ ഹൈസു. ലാ യഹ്തസിബ്, അവിടെ ജീമ് കാണാം, പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ യഹ്തസിബ്, ബാഇന് സുക്കൂനിട്ടിട്ട് നിർത്തണം. അപ്പോൾ കൽക്കലത്തിൻ്റെ നിയമം വരും. അതായത് ബാഇന് സുക്കൂനായതുകൊണ്ട്, കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂനായതുകൊണ്ട് അവിടെ നമുക്ക് ഗൗരവത്തിൽ പറയണം, അല്ലെങ്കിൽ വെളിവാക്കി പറയണം. യഹ്തസിബ് എന്നുള്ള രൂപത്തിൽ പറയണം. വമൻ യതവക്കൽ, യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന്, ആ സുക്കൂനിലെ നൂനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന, വമൻ യതവക്കൽ, യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അവിടെ ജീമ് കാണാം, പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഹസ്ബുഹു എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ ഹാഇന് സുക്കൂനിട്ട് നിർത്തുമ്പോൾ ഹസ്ബുഹ് എന്നേ വരുള്ളൂ. ഹസ്ബുഹ്, ഒരു ചെറിയ ഹ് എന്നുള്ള ശബ്ദം വരും. നിർത്താതെ ഓതുകയാണെങ്കിൽ ഹസ്ബുഹു എന്ന് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഹംസയാണ്. അപ്പോൾ ആ ഹാ ഉൽ അമീറിനെ, ഹു എന്നുള്ള ഹാ ഉൽ അമീറിനെ 4-5 ഹർക്കത്തുകളുടെ ദൈർഘ്യം വരെ നീട്ടാം. കാരണം ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുള്ള അക്ഷരങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ശേഷം വന്നത് ഹംസ കൂടിയാണ്. അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് അതിന് പറയുക. അവിടെ നമുക്ക് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അപ്പോൾ ഫഹുവ ഹസ്ബുഹു ഇന്ന അവിടെ ചേർത്തി ഓതുകയാണെങ്കിൽ. നിർത്തുകയാണെങ്കിൽ ഹസ്ബുഹ് എന്ന് പറഞ്ഞിട്ട് നിർത്തുക. ഇന്ന നൂനിൻ്റെ ശബ്ദ മണിക്കുക. ഇന്നല്ലാഹ ബാലിഗു അംരിഹ്, അവിടെയും ജീമ് കാണാം, പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അംരിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹാഇന് സുക്കൂനിട്ട് നിർത്തുക, അപ്പോൾ അംരിഹ് എന്നാവും. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ അംരിഹി എന്ന് പാരായണം ചെയ്ത് പോവുക. അപ്പോൾ ഹാ ഉൽ അമീറിന്, അംരിഹി എന്നുള്ളതിൻ്റെ ഹാഇന് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം കൊടുക്കുക, കാരണം അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. ഖദ് ജഅലല്ലാഹു, ഖദ് അവിടെ ദാലിൻ്റെ സുക്കൂന്, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ, ഖാഫിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ഇഖ്ഫ ആണ് നിയമം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഷൈഇൻ ഖദ്റ, ഖദ്റ എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. ഖദ് 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 റാ, അവിടെ ഖദ്റൻ എന്നാണ്. ഫതഹ് തൻവീനിൽ അവസാനിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അവിടെ പാരായണം നിർത്തുമ്പോൾ ഫതഹ് ഇട്ടിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, മദ് എഴുപത്, ഖദ്റ എന്നുള്ള രൂപത്തിൽ. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ ബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫിൻ വഅശ്ഹിദൂ ദവൈ അദ്ലിൻ മിൻകും വഅഖീമുശ് ശഹാദത ലില്ലാഹ് ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه
ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഫഇദ ബലഗ്ന, ബലഗ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂന് അത് കുറേ സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ വന്ന നൂനാണ്. ബലഗ്ന അവർ എത്തി എന്നുള്ള അർത്ഥത്തിൽ അവിടെ ആ നൂന് ഒരുപാട് സ്ത്രീകളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ നൂന് വന്നത്. അതല്ലാതെ ബലഗന ഞങ്ങൾ എത്തി എന്നുള്ള രൂപത്തിലുള്ള ആ നാ എന്നുള്ളതല്ലാതെ ബലഗ്ന എന്ന് പറയുമ്പോൾ അവർ എത്തി, ആ കുറേ സ്ത്രീകൾ അവർ എത്തി എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അതേപോലെ എന്താണ് എത്തിയത്? അജൽ, അവധി, ആ അവധിയാണ് എത്തിയത്. അപ്പോൾ അജൽ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മാണ്. അതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടണം. അതാണ് അജല എന്നെഴുതാനുള്ള കാരണം. അജല ഹുന്ന എന്നെടുക്കുകയാണെങ്കിൽ അജലിനെ ഹുന്നയിലേക്ക് ചേർത്തു. അപ്പോൾ ഹുന്ന എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. സാധാരണ കസ്ർ കൊണ്ടാണ് കൊടുക്കലെങ്കിലും ഹുന്ന എന്നുള്ളത് ഒരു മബ്നിയായ പദമാണ്. അതിനങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അംസിക്കൂ ഹുന്ന എടുത്ത് നോക്കുകയാണെങ്കിൽ അംസിക്കൂ, ആ വാവ് അത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്, അല്ലെങ്കിൽ കർത്താവാണ്. ഹുന്ന എന്നുള്ളത് ഒബ്ജക്റ്റാണ്, മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബാണ്. പക്ഷേ ഇവിടെ ഹുന്ന എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഫത്തഹ് അത് നെസ്ബ ആയതുകൊണ്ട് ഇട്ട് കൊടുത്തതൊന്നുമല്ല, അത് മബ്നിയാണ്. അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. ബി മാറൂഫിൻ, മാറൂഫ് എന്നുള്ളതിൻ്റെ മുമ്പിൽ ബി വന്നു. ബി ഹർഫ് ജറാണ്. അപ്പോൾ ബി മാറൂഫിൻ, ആ ജറ് കൊടുക്കാനാണ് അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത്. ഔ ഫാരിഖൂ ഹുന്ന, ആ അംസിക്കൂ എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഫാരിഖൂ എന്ന് വന്നത്. മഅത്തൂഫ് എന്ന് പറയും. ഇനി വരുന്ന അതുപോലെ തന്നെ വ അഷ്ഹിദു, അതൊക്കെ മഅത്തൂഫാണ്. ഫാരിഖൂ എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെയും വാവ് അതിൻ്റെ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, കർത്താവാണ്. ഹുന്ന എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. ബി മാറൂഫിൻ, വീണ്ടും ഹർഫ് ജറായിട്ടുള്ള ബി വന്നതുകൊണ്ടാണ് മാറൂഫിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത്. വ അഷ്ഹിദു ദവൈ, വ അഷ്ഹിദു നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക. ആരെ എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്നത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ്, ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് ദവൈ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. അദിലിൻ, ഈ ദവൈ എന്നുള്ളതിനെ അദിലിലേക്ക് ചേർത്തു. അപ്പോൾ അദിൽ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. അതുകൊണ്ടാണ് അദിലിൻ എന്ന് കസ്ർ തൻവീനിട്ട് എഴുതിയത്. അദിലിൻ മിൻകും വ അഖീമു ഷഹാദത്ത, അഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുക. എന്തിനെ? അഷഹാദത്ത, സാക്ഷ്യത്തെ. അപ്പോൾ ആ ഷഹാദത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. അതുകൊണ്ടാണ് ഷഹാദത്ത അവസാനത്തിൽ ഫത്ത് ഇട്ടത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലില്ലാഹി, ലി എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ കിട്ടിയത്, ലില്ലാഹി എന്നെഴുതിയത്. ദാലിക്കും യുആദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി, അവിടെ ബില്ലാഹി, ബി എന്നുള്ളത് ഹർഫ് ജർ, അതുകൊണ്ട് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ കിട്ടി, ബില്ലാഹി എന്നെഴുതി. വൽ യൗമിൽ ആഖിരി, വൽ യൗമി, ആ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് മഅത്തൂഫ് ചെയ്തതാണ്, അല്ലെങ്കിൽ ചേർക്കപ്പെട്ടതാണ് യൗം എന്നുള്ള പദം. അപ്പോൾ നമുക്ക് ആ അള്ളാഹു എന്നുള്ള പദം എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ യൗമിനി എഴുതണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ബി ഉണ്ട്, ഈ യൗമിൻ്റെ മുമ്പിലും ബി ഉണ്ട് എന്ന് സങ്കല്പിക്കണം. ബില്ലാഹി വബിൽ യൗമി എന്നാണ് ശരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയും ബി ഉണ്ട് എന്ന്. അതുകൊണ്ട് ആ യൗമിന് ജറ് കിട്ടും. ബില്ലാഹി വൽ യൗമി, രണ്ടിൻ്റെയും ആ ബി രണ്ടിനും ബാധകമാണ്. വമയ്യത്തഖി, അവിടെ മൻ വന്നു, അതൊരു ഷർത്തിൻ്റെ മന്നാണ്, നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള മന്ന് വന്നാൽ അതിന് ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടും. അപ്പോൾ യത്തഖീ എന്നുള്ള മുലാരി അതിൻ്റെ അവസാനത്തെ യാ കളഞ്ഞിട്ടാണ് അതിന് ജസ്മ കൊടുക്കുക. അപ്പോൾ യത്തഖി എന്നാവും. വമയ്യത്തഖി, ആർ സൂക്ഷിക്കുന്നുവോ, ആരെ? അള്ളാഹുവിനെ. അപ്പോൾ ആരെ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നത് മഫ്ഊലും ബിഹിയാണ്, അതിന് നെസ്ബാണ്. അതുകൊണ്ടാണ് അള്ളാഹ എന്നെഴുതിയത്. അവിടെ യജഅൽ, അത് ആ ഷർത്തിൻ്റെ ജവാബാണ്. മന്ന് വരുമ്പോൾ ഒരു ഷർത്താണല്ലോ, നിബന്ധന. ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ യജഅൽ എന്നുള്ളത് അതിൻ്റെ ജവാബ് തുടങ്ങുന്ന സ്ഥലമാണ്. അവിടെയുള്ള മുദാരിയായിട്ടുള്ള ക്രിയയും ജസ്മ് ചെയ്യപ്പെടും. സാധാരണ ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂൻ ഇട്ടിട്ടാണ്, അവസാനത്തിൽ സുക്കൂനാണ് കൊടുക്കുക. അതുകൊണ്ടാണ് യജ്അലു എന്നുള്ളത് യജ്അൽ എന്നായി മാറിയത്. യജ്അൽ ലഹു മഖ്റജൻ, യജ്അൽ അവനാക്കും. എന്താണാക്കുക? മഖ്റജ്, ഒരു പോംവഴി, ഒരു രക്ഷാമാർഗം. അപ്പോൾ മഖ്റജ് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. അതുകൊണ്ടാണ് മഖ്റജൻ അവസാനത്തിൽ ഫത്ത തൻവീൻ ഇട്ടത്, അതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ആയത്ത് വ യർസുഖ്ഹു, യർസുഖ്, അവിടെ മുലാരിയായിട്ടുള്ള യർസുഖു എന്നുള്ളത് യർസുഖ് എന്നെങ്ങനെയായി? അതിൻ്റെ കാരണം നേരത്തെ ഷർത്തിൻ്റെ മന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ജവാബ് യജ്അലു എന്നുള്ളത് യജ്അൽ എന്നായി എന്ന് പറഞ്ഞു. ആ യജ്അൽ എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ് ഇത്, അതെന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടതാണ്. ഇതും ശരിക്കൊരു ജവാബാണ്. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് എന്ത് കിട്ടുന്നുള്ള കാര്യങ്ങൾ ആണ് തൊട്ട് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും.
തൊട്ട് മുമ്പ് പറഞ്ഞു അള്ളാഹു അവർക്കൊരു പോം വഴി തുറന്നു കൊടുക്കും. ഇവിടെ പറയുന്നു വയർസുക്ക്, അവർക്ക് ആഹാരം നൽകുകയും ചെയ്യും. അപ്പോൾ ഇതും അതിൻ്റെ ജവാബാണ്. അപ്പോൾ ജവാബായതുകൊണ്ട് തന്നെ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടിയിട്ടുണ്ട്. യർസുക്ക്, യർസുക്കു എന്നുള്ളത് യർസുക്ക് സുക്കൂനിട്ടു. ജസ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം സുക്കൂന് കൊണ്ടാണ് അത് കാണിക്കുക, എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും. ഇനി യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി. അല എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടണം. അതുകൊണ്ടാണ് അലല്ലാഹി അവസാനത്തിൽ കസ്റിടാനുള്ള കാരണം. ഫഹു ഹസ്ബു ഇന്നല്ലാഹ, ഇന്നയ്ക്ക് ശേഷം വരുന്ന ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ഇന്നയുടെ ഇസ്മെന്ന് പറയും. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. ഇന്നല്ലാഹു എന്ന് പറയില്ല, ഇന്നല്ലാഹ എന്നേ പറയുള്ളൂ. ഇന്നയുടെ ഖബറായിട്ട് വരും. പിന്നീട് അതിൻ്റെ ഒരു വിവരണമായിട്ട് വരുന്ന പദം അത് ഇന്നയുടെ ഖബറാണ്, അതിന് റഫ് ആയിരിക്കും കിട്ടുക. ബാലിഗ് എന്നുള്ളത് ഇന്നയുടെ ഖബറാണ്. അപ്പോൾ ഇന്നല്ലാഹ ബാലിഗുൻ എന്നേ പറയുള്ളൂ. ഇനി ബാലിഗ് എന്നുള്ളതിനെ അമ്രിലേക്ക് ചേർത്തു. അപ്പോൾ ബാലിഗ് എന്തായി? മുലാഫായി. അമ്ര എന്നുള്ളത് മുലാഫിന് ലേഹിയായി. മുലാഫിന് തൻവീന് നഷ്ടപ്പെടും. അപ്പോൾ ബാലിഗുൻ എന്ന് പറയില്ല, ബാലിഗു എന്നേ എഴുതുള്ളൂ. അംരിഹി എന്നുള്ളത് അംരി എന്ന് എഴുതാനുള്ള കാരണം അത് മുലാഫിന് ലേഹി ആയതുകൊണ്ടാണ്. അതായത് മുലാഫിൻ ഇലേഹിക്ക് ഇറാബ് ജറാണല്ലോ, അതുകൊണ്ടാണ് അംരി എന്ന് എഴുതിയത്. ഇനി അംരി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഹി എന്നേ ചേരുള്ളൂ, ഹു എന്ന് ചേരൂല. അമ്രുഹു എന്ന് പറയും, അംരി ഹി എന്നും പറയും. ഹു ഹി ഇതിൽ ഏത് ചേർക്കണം എന്നുള്ളത് തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഇറാബ് നോക്കിയിട്ടാണ്. തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കസറാണെങ്കിൽ ഹി എന്നേ ചേരുള്ളൂ, അതുകൊണ്ടാണ് അംരി ഹി എന്നായത്. ഇനി ഖദ് ജഅലല്ലാഹു, ജഅല എന്നുള്ളത് മാദിയായിട്ടുള്ളൊരു പദമാണ്. ജഅലല്ലാഹു, അള്ളാഹു എന്നുള്ളത് അതിൻ്റെ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, കർത്താവാണ്. ഇനി ഫിയലും ഫായിലും അവിടെ വന്നു. എന്താണ് മഫ്ഊലും ബിഹി? തീർച്ചയായും അള്ളാഹു ആക്കി. എന്താണ് ആക്കിയത്? ഒരു വ്യവസ്ഥ, ഖദ്റൻ. അപ്പോൾ ആ ഖദ്റൻ എന്നുള്ള പദമാണ് മഫ്ഊലും ബിഹി. അതിന് ഇറാബ് നസ്ബായിരിക്കണം, അതുകൊണ്ടാണ് ഖദ്റൻ. ഫത്ത് തൻവീൻ ഇടാനുള്ള കാരണം നസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.